ഹലോ. യൂണിറ്റ് 6 ആണ് ബിസിനസ് സ്ട്രാറ്റജി ഇൻ CSR. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യലി ഒരു കമ്പനി റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അത് ഏതൊക്കെ ടൈപ്പാണ്, എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആക്കി മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഡിഫറെൻ്റ് അപ്രോച്ചസ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി ഫോർ CSR. എന്തൊക്കെയാണ് ബിസിനസ് സ്ട്രാറ്റജി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്? 4 അപ്രോച്ചസ് ആണ്. കോസ്റ്റ് ആൻഡ് റിസ്ക് റിഡക്ഷൻ, ഗെയിനിങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഡെവലപ്പിംഗ് റെപ്യൂട്ടേഷൻ ആൻഡ് ലെജിറ്റിമസി, 4 ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ ഇത് 4ആണ് വരുന്നത്. ഒന്നാമത്തേത് കോസ്റ്റ് ആൻഡ് റിസ്ക് റിഡക്ഷൻ. അപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണ് അപ്രോച്ചസ് എന്നുള്ളത് നോക്കാം. ഡിഫറെൻ്റ് അപ്രോച്ചസ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി ഫോർ CSR. CSR ഒരു ബിസിനസ്സിൽ ഉൾപ്പെടുന്നതിലൂടെ ബിസിനസ്സിന് എന്തൊക്കെ നേട്ടങ്ങളാണ്, ബിസിനസ്സിന് എന്തൊക്കെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂത്രം, ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം CSR അപ്ലൈ ചെയ്യുന്നതിലൂടെ. സോ ഫസ്റ്റ് വൺ വരുന്നത് കോസ്റ്റ് ആൻഡ് റിസ്ക് റിഡക്ഷന്. കോസ്റ്റും റിസ്ക്കും കുറക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസ് യൂസ് CSR ടു കട്ട് കോസ്റ്റ്സ് ആൻഡ് റെഡ്യൂസ് റിസ്ക്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സേവിങ് എനർജി റെഡ്യൂസ് വേസ്റ്റ്. എനർജി സേവ് ചെയ്യുന്നതിലൂടെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് സൊസൈറ്റിക്ക് നല്ലതാണ്. വർക്ക് പ്ലേസിൽ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുമ്പം എന്താണ്, അവിടെയുള്ള വർക്കിംഗ് എൻവിറോൺമെൻറ്റ് നന്നാവും. അതേപോലെ തന്നെ അവിടെയുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കമ്പനീസ് അവോയ്ഡ് ഫൈൻസ് അവോയ്ഡ് ചെയ്യാനും ഓപ്പറേഷണൽ കോസ്റ്റ് കുറക്കാനും പറ്റും. അതായത് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂയിങ് ഗുഡ് ആൻഡ് ഹെൽപ്പ് ടു സേവ് മണി ആൻഡ് അവോയ്ഡ് പ്രോബ്ലംസ്. മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുന്നതിലൂടെ റിസ്ക് റിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതാണ് നമ്മൾ കോസ്റ്റ് റിഡക്റ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഡൂയിങ് ഗുഡ് ടു ഹെൽപ്പ് സേവ് മണി ചെയ്യാനായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ കോസ്റ്റ് റിഡക്റ്റ് ആവും. അതിലൂടെ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാം, റിസ്ക് റിഡക്ഷൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റത്തേതായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തേത്, നെക്സ്റ്റ് വരുന്നത് ഗെയിനിങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് ഉണ്ടാവുക, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലാണ് ഉണ്ടാവുക. ഇപ്പോൾ CSR ആ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ കമ്പനീസ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് യൂസസ് എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് ഒരു ബിസിനസ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സപ്പോർട്ട്സ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് മേ അട്രാക്റ്റ് മോർ കസ്റ്റമേഴ്സ്. ആ ഒരു സൊസൈറ്റിയിലുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് ലീഡ് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കമ്പനി കൂടുതൽ കൺസ്യൂമേഴ്സിലോട്ടും കസ്റ്റമേഴ്സിലോട്ടും നല്ല സൊസൈറ്റിയിലുള്ള റെസ്പോൺസിബിൾ ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ആൻഡ് മോർ അട്രാക്റ്റീവ് ഫോർ കസ്റ്റമേഴ്സ്. അത് കസ്റ്റമേഴ്സിലോട്ടും ഇൻവെസ്റ്റേഴ്സിലോട്ടും നല്ല രീതിയിൽ അട്രാക്റ്റ് ആവുകയും കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് കൊണ്ടുപോകാനും പറ്റും. മൂന്നാമതായിട്ട് വരുന്നത് ഡെവലപ്പിംഗ് റെപ്യൂട്ടേഷൻ ആൻഡ് ലെജിറ്റിമസി. ഒരു കമ്പനീൻ്റെ റെപ്യൂട്ടേഷനും അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യും ഒരു CSR വരുന്നതിലൂടെ. അതായത് CSR ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ഗുഡ് ഇമേജ് ഓൺ സൊസൈറ്റിയിൽ നല്ലൊരു ട്രസ്റ്റും നല്ല ഇമേജും റെപ്യൂട്ടേഷനൊക്കെ കൊണ്ടുവരാനായിട്ട് CSRന് പറ്റും. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ കമ്പനി ദാറ്റ് സപ്പോർട്ട് എഡ്യൂക്കേഷൻ
എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു കമ്പനി സപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിലീഫ് ഈസ് സീൻ ആസ് റെസ്പോൺസിബിൾ ആൻഡ് കെയറിങ്. ഡിസാസ്റ്ററിൻ്റെ റിലീഫിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിളും കെയറിങ്ങും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുഡ് ഇമേജ്, സൊസൈറ്റിയിലുള്ള നല്ലൊരു ഇമേജും നല്ലൊരു ലെജിറ്റിമസി ആൻഡ് റെപ്യൂട്ടേഷനൊക്കെ കൊണ്ടുവരും. ബീയിങ് സോഷ്യലി റെസ്പോൺസിബിൾ ഹെൽപ്സ് എ കമ്പനി ഓൺ റെസ്പെക്റ്റ് ആൻഡ് പബ്ലിക് സപ്പോർട്ട്. ഇപ്പോൾ നല്ല രീതിയിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി റെസ്പെക്റ്റ് കൺസ്യൂമേഴ്സിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നല്ലൊരു റെസ്പെക്റ്റ് ഏൺ ചെയ്യാനും അത് പബ്ലിക് സപ്പോർട്ട് ഉണ്ടാക്കാനും ബിസിനസ് ലോങ് ടേമിലോട്ട് പോവാനും ഹെൽപ്പ് ചെയ്യും. നാലാമതായിട്ട് വരുന്നത് ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ നമുക്ക് കൊണ്ടുവരുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ CSR ഫോക്കസിങ് ബെനിഫിറ്റ് നോട്ട് ജസ്റ്റ് ദ കമ്പനി ബട്ട് ഓൾസോ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സൊസൈറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യം ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എംപ്ലോയീസിനും സൊസൈറ്റിക്കും എൻവിറോൺമെൻറ്റിനും എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് CSR. അപ്പോൾ ഈ കമ്പനി പേയ്സ് ഫെയർ വേജസ്, റെഡ്യൂസസ് പൊല്യൂഷൻ ആൻഡ് സപ്പോർട്ട് ലോക്കൽ ഫാമേഴ്സ്, ഹെൽപ്സ് എവ്രി വൺ ഇൻവോൾവ്ഡ്. അപ്പോൾ CSR എല്ലാവർക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ബിൽഡ് ചെയ്യുക. അതായത് ആ കമ്പനീൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് കസ്റ്റമേഴ്സ്, സൊസൈറ്റി, എൻവിറോൺമെൻറ്റ്, എംപ്ലോയീസും ആണ്. സോ അതാണ് നമ്മളുടെ 4 എന്ത് വരുന്നത് ബിസിനസ് സ്ട്രാറ്റജി വരുന്നത്. These approaches help companies become more responsible, respected and successful in the long run. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് കൂടുതൽ റെസ്പോൺസിബിളും സൊസൈറ്റിയിൽ നല്ല റെസ്പെക്റ്റഡും അതേപോലെ ലോങ് റണ്ണിൽ സക്സസ്ഫുള്ളായി നിലനിൽക്കാനും ഇങ്ങനെയുള്ള CSR അപ്ലൈ ചെയ്തിട്ടുള്ള കമ്പനീസിന് പറ്റും. സോ ഈ ചാപ്റ്ററിൽ ഈ ഒരു 4 അപ്രോച്ചസ് ആണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ.